ദശാവതാരത്തിൽ വിശേഷമായ ഒരു അവതാരമാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ. അത് എന്തുകൊണ്ട് പറഞ്ഞാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ അവതാരം ഭൂമിയിൽ എടുക്കുമ്പോൾ അതിൽ ആദർശം, നാനാരൂപത്തിലുള്ള ആദർശം ജനങ്ങളെ അഭിസംബോധനം ചെയ്തു. അതിൽ പിതൃവാക്യപരിപാലനം ചെയ്തു, മാതൃവാത്സല്യം കാണിച്ചു കൊടുത്തു, ഭ്രാതൃപ്രീതി നമ്മൾക്ക് അനുഗ്രഹിച്ചു. അതേപോലെ സമസ്ത ശിഷ്യഗണങ്ങൾക്ക്, അതേപോലെ രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള എല്ലാ ആൾക്കാർക്കും യോഗ്യമായ ഈ രാജ്യഭരണം, തത്തുല്യമായ രാജ്യഭരണം, ധർമ്മപ്രജ ഇത്യാദി വിശേഷമായ അനുഗ്രഹത്താൽ രാമരാജ്യം യോഗ്യമായ ശ്രേഷ്ഠ രാജ്യം വിശ്വത്തിൽ പ്രഖ്യാതമാണ്. ഇന്ന് ഞങ്ങളുടെ ഈ ഹിന്ദുമതത്തിൻ്റെ ഒരു യോഗ്യമായ ആരാധനാ ക്ഷേത്രമായ അയോധ്യയിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആരാധനാലയം ലവകുശന്മാർ നിർമ്മിച്ചിരുന്നു. അത് നമ്മളുടെ മതത്തിൻ്റെ വിപരീതമായ ഒരു ദോഷത്താൽ ഏതോ ഒരു അന്യമതത്തിൽപ്പെട്ടവർ അത് നാശം ചെയ്ത് അവരുടെ ഈ വിശേഷം ആരാധനാലയങ്ങൾ അവിടെ വെച്ച് പിടിപ്പിക്കുകയും അതിനുശേഷം ഞങ്ങളുടെ ഹിന്ദുമതത്തിലുള്ള എല്ലാ ഞങ്ങളുടെ യതിവര്യന്മാരും അതേപോലെ നമ്മളുടെ പൂർവികന്മാരും 500 കൊല്ലം മുതൽ ആ സ്ഥലം നമ്മളെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജന്മസ്ഥലമാണ്, അത് നമ്മൾക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തോടെ പ്രയത്നിച്ച് 10 കൊല്ലം മുമ്പ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജന്മസ്ഥലം നമ്മളുടെ ന്യായാലയത്തിൽ നിന്ന് യോഗ്യമായ ദൈവത്തിൻ്റെ ധർമ്മവിജയം നമ്മൾക്ക് പ്രാപിച്ചു. അതിൻ്റെ അനുഗ്രഹത്താൽ ഈ അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ ജനിച്ച സ്ഥലത്ത് തന്നെ ഭവ്യ ദിവ്യമായ രാമമന്ദിരം ഇന്ന് യോഗ്യമായ ശുഭമുഹൂർത്തത്തിൽ, അഭിജിത് മുഹൂർത്തത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പ്രതിഷ്ഠാകർമ്മം ഇന്ന് നടന്നു. ആ പ്രതിഷ്ഠാകർമ്മത്തിൽ പ്രത്യക്ഷ പരോക്ഷമായും ഞങ്ങൾക്ക് പോകാൻ അസാധ്യമായതുകൊണ്ട് ഞങ്ങളുടെ ധർമ്മഗുരു കാശിമഠാധിപതി ശ്രീമദ് സംയമേന്ദ്ര തീർത്ഥ സ്വാമിജിയുടെ അനുഗ്രഹത്താൽ, അവരുടെ ആശീർവാദത്താൽ ഞങ്ങളുടെ നാട്ടിൽ ഉള്ള എല്ലാ സമുദായ അംഗങ്ങൾക്കും യോഗ്യമായ ശ്രീ ഭഗവാന്റെ ഈ ഉത്സവ സേവയോട്, അതേപോലെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഭാവചിത്രത്തോടെ ഉത്സവം വളരെ ഗംഭീരമായി നടത്തണം എന്ന് അവരുടെ ആശീർവാദത്താൽ ഇന്ന് ഞങ്ങളുടെ ഈ രാത്രി പൂജ സമയപൂർവാംഗമായി ഉത്സവ സേവ നടന്നു വരികയാണ്. ഈ ഉത്സവ സേവ നടന്ന് ദൈവത്തിൻ്റെ ദേവഗ്രഹത്തിലെത്തിയതിനു ശേഷം വിശേഷമായ ഗരുഡവാഹനത്തിൽ ഞങ്ങളുടെ ദേവൻ അതിൽ എഴുന്നേറ്റ് നമ്മുടെ സമസ്ത പ്രജാജനങ്ങളെയും അനുഗ്രഹിക്കാനുണ്ട്. ഈ ചെയ്ത എല്ലാ സേവയുടെയും അനുഗ്രഹം ഞങ്ങളുടെ സമസ്ത സമാജത്തിനും അതേപോലെ സർവ്വലോക കല്യാണത്തിനും ദൈവം അനുഗ്രഹിച്ചു തരട്ടെ എന്ന് ദൈവത്തോട് വിശേഷമായ പ്രാർത്ഥിക്കുന്നു.
നൽകുന്നു.